ഇന്നത്തെ തിയറി ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്ന വിഷയം അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സബ്ജക്റ്റ് നമ്മുടെ ഓക്സിലറി കൺട്രോളുകൾ. ഒരു വാഹനത്തിന്റെ ഓക്സിലറി കൺട്രോളുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. മെയിൻ കൺട്രോളുകളിൽ ഹാൻഡ് കൺട്രോൾ വരുന്നുണ്ട്, ഫുഡ് കൺട്രോൾ വരുന്നുണ്ട്. ഇതെല്ലാം കൂടാതെ ഓക്സിലറി കൺട്രോളുകൾ വരുന്നുണ്ട്. ഓക്സിലറി കൺട്രോളുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹോൺ മുതൽ ഉള്ള സ്വിച്ചുകളുടെ കൺട്രോളുകളാണ് ഈ ഓക്സിലറി കൺട്രോൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്സിലറി കൺട്രോളുകൾ ഉപയോഗിക്കാൻ നമുക്കിപ്പോൾ ഫസ്റ്റ് ഹാൻഡ് കൺട്രോളുകളെ പറ്റി പറയുമ്പോൾ തന്നെ നമ്മുടെ സ്റ്റിയറിംഗിന്റെ അലൈൻമെന്റിന്റെ കാര്യം പറയുന്നു. 9-3 എന്നുള്ള ഒരു ലെവൽ, ഈ ഒരു ലെവലിൽ പിടിക്കാനാണ് പറയുന്നത്. അങ്ങനെ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ തമ്പ് കൊണ്ട്, 2 തമ്പ് കൊണ്ട് നിങ്ങൾക്ക് ഹോണുകൾ ഉപയോഗിക്കാൻ പറ്റും. രണ്ടും ഒരുമിച്ച് പ്രസ് ചെയ്യാനല്ല, ഏതെങ്കിലും ഒരു തമ്പ് കൊണ്ട് നമുക്ക് ഹോണുകൾ ഉപയോഗിക്കാൻ പറ്റും. സൈഡിൽ വരുന്ന ഹോണിന്റെ സ്വിച്ചുകളാണ് വരുന്നത്. നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കൈ എടുത്തിട്ടാണ് ഹോൺ അടിക്കുന്നത്. ആ ഒരു രീതിയല്ല, നിങ്ങൾക്ക് തമ്പ് കൊണ്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ചെറിയ ഹോൺ സ്വിച്ച് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ കൊണ്ട് നമുക്ക് ഉപയോഗിക്കാം, കൈ സ്റ്റിയറിംഗ് വെച്ചുകൊണ്ട് തന്നെ. രണ്ടാമത് വരുന്ന ഒരു ഓക്സിലറി കൺട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഇൻഡിക്കേറ്റേഴ്സ് അതും നമുക്ക് ഈ ഒരു രീതിയിലാണ് നിങ്ങൾ സ്റ്റിയറിംഗിൽ കൈ പിടിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പോയിന്റ് ഫിംഗർ അല്ലെങ്കിൽ മിഡിൽ ഫിംഗർ കൊണ്ട് ഉപയോഗിക്കാം. ഈ ഒരു രീതി പിടിച്ചുകൊണ്ട് മുമ്പോട്ടും താഴത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് റൈറ്റും ലെഫ്റ്റും ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കാൻ പറ്റും. മൂന്നാമത് വരുന്ന ഒരു കൺട്രോൾ എന്ന് പറയുന്നത് പാസിംഗ് ലൈറ്റ്, അല്ലെന്നുണ്ടെങ്കിൽ ഫ്ലാഷ് ലൈറ്റ്. അതിന് ഉപയോഗം വരുന്നില്ല, നമ്മൾ ഒന്ന് ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിൽ പോകുന്ന വണ്ടിക്ക് കൊടുക്കുന്ന ഒരു ഇൻഫർമേഷൻ. അതുപോലെ തന്നെ നമ്മുടെ ട്രാക്കിലേക്ക് വേറൊരു വണ്ടി കയറി ഓടുമ്പോൾ, അവർ റോങ് സൈഡ് കയറി ഓടുന്ന ഒരു സമയത്ത് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഇൻഡിക്കേഷൻ. അതിനാണ് നമ്മൾ ഫ്ലാഷ് ലൈറ്റ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. അതിന്റെ സ്വിച്ചും നമുക്ക് ഈ പറയുന്ന ഇൻഡിക്കേറ്റർ സ്വിച്ചിൽ തന്നെയാണ് വരുന്നത്. ജസ്റ്റ് ഒന്ന് പുൾ ചെയ്താൽ മാത്രം മതി. അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഹെഡ് ലൈറ്റ് കത്തും, അതുപോലെ തന്നെ ഓഫായി പോവുകയും ചെയ്യും. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ലിവർ, റൈറ്റിലും ലെഫ്റ്റിലും നമുക്ക് ലിവറുകൾ, ഓക്സിലറി കൺട്രോളുകൾ വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ വരുന്ന കൺട്രോളുകൾ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് അതിൽ വരുന്ന ഒരു കൺട്രോൾ എന്ന് പറഞ്ഞാൽ വിൻഡോ വാഷ്. ജസ്റ്റ് ഇങ്ങനെ പുൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വെള്ളം സ്പ്രേ ചെയ്യും, അതുപോലെ തന്നെ വൈപ്പ് ചെയ്ത് പോവുകയും ചെയ്യും. അതുപോലെ തന്നെ ആ സൈഡിൽ, അതായത് ലെഫ്റ്റ് സൈഡിൽ വരുന്ന കൺട്രോളുകൾ സാധാരണ വരാറ് വൈപ്പറിന്റെ ഫംഗ്ഷനുകളാണ്. ഇപ്പൊ വിൻഡോ വാഷ് പറഞ്ഞ പോലെ തന്നെ താഴത്തേക്ക് വരും തോറും, ആ ലിവർ പതുക്കെ താഴത്തേക്ക് തട്ടും തോറും ഫസ്റ്റ് വൺ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആണ്. ജസ്റ്റ് ഒന്ന് വൈപ്പർ ഓൺ ആയി 2 സെക്കൻഡ് കഴിഞ്ഞ് കട്ട് ഓഫ് ആയിട്ട് വീണ്ടും ഓൺ ആവും. ആ ഒരു രീതിയാണ് ഫസ്റ്റ് സ്വിച്ച്. സെക്കൻഡ് വരുന്ന കണ്ടിന്യൂസ് ആണ്, കണ്ടിന്യൂസ് ആയിട്ട് വൈപ്പർ ഓൺ ആവും. മൂന്നാമത്തെ സ്റ്റെപ്പിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഹൈ സ്പീഡാണ്. നല്ല മഴയത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണ് ഹൈ സ്പീഡിന്റെ ഓപ്ഷൻ. ഇത് അറിയാതെയാണ് പലരും ഒറ്റയടിക്ക് ഞാൻ ഹൈ സ്പീഡിലേക്ക് എടുത്തിരുന്നത്. അതല്ല, അതിൽ 3 സ്വിച്ചുകൾ വരുന്നു, 3 സ്റ്റെപ്പുകൾ വരുന്നുണ്ട്. ആ നമ്മുടെ മഴയുടെ കാഠിന്യം അനുസരിച്ച് നമുക്കത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് വരുന്നത്. ഇത് വണ്ടികൾ മാറുന്ന അനുസരിച്ച് ഓക്സിലറി കൺട്രോളിന്റെ പൊസിഷനുകൾ മാറും. അപ്പൊ അത് തിരിച്ചറിയാൻ വേണ്ടിയാണ് ISI പ്രകാരമുള്ള സിമ്പലുകൾ നമ്മുടെ ഓക്സിലറി കൺട്രോളിന്റെ സ്വിച്ചിന് മേളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഒരു സ്വിച്ച് അല്ല കണ്ടുവെക്കേണ്ടത്, സ്വിച്ചിന്റെ മേളിലുള്ള സിമ്പിൾ വേണം നിങ്ങൾ നോക്കി വെക്കാൻ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടികൾ മാറും. ഇപ്പൊ നോർമലി നിങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഞങ്ങൾ പഠിപ്പിക്കുന്നത് മാരുതി, അതുപോലെ തന്നെ ഹുണ്ടായി, അങ്ങനെയുള്ള വണ്ടികളുടെ ഇതിലാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ വരുന്നത്. ഇനി നിങ്ങൾ ഓടിക്കാൻ പോകുന്നത് ചിലപ്പോൾ ഫോർഡോ, ഷവളറ്റോ, BMW ഒക്കെ ഇരിക്കാം. പക്ഷെ ഇത് തമ്മിൽ വരുമ്പോഴേക്കും ഇപ്പൊ ഫോർഡിന്റെ ആണെങ്കിൽ തന്നെ നിങ്ങൾ ഇൻഡിക്കേറ്റർ റൈറ്റിൽ ഈ വണ്ടിയിൽ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റർ അതിന്റെ ലെഫ്റ്റിലായിരിക്കും. അപ്പൊ അതൊരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് മാനുഫാക്ചറേഴ്സ് തന്നെ അതിന്റെ മേളിൽ സിമ്പലുകൾ ഇട്ട് വെക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരുമ്പോൾ നിങ്ങൾ സ്വിച്ചുകളുടെ ഒപ്പം അതിന് മേളിലുള്ള സിമ്പലുകളാണ് ശ്രദ്ധിച്ചു വെക്കേണ്ടത്. ഇപ്പൊ ഞാനിപ്പോ നോർമലി 5 ഓക്സിലറി കൺട്രോളാണ് പറഞ്ഞത്. അതുപോലെ തന്നെ 6ാമത് വരുന്നതാണ് ഹസാർഡ് ലൈറ്റ്. ഹസാർഡ് ലൈറ്റിന്റെ ഉപയോഗം വരുന്നതല്ല, നോർമലി ഒരു ഹസാർഡ് സിറ്റുവേഷൻ അല്ലെങ്കിൽ നോർമലി നമ്മുടെ വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആകുന്ന കണ്ടീഷൻ, അഥവാ നിങ്ങൾ ഒരു ജംഗ്ഷനിൽ പെട്ടു, എനിക്ക് വണ്ടി എടുക്കാൻ പറ്റുന്നില്ല, അത് മറ്റുള്ളവരെ അറിയിക്കേണ്ടി വരുന്ന ഒരു കണ്ടീഷൻ, ആ ഒരു സംഭവത്തിനാണ് ഹസാർഡ് ലൈറ്റ് ഉപയോഗിക്കുന്നത്. അല്ലാതെ നോർമൽ ഒന്ന് സ്ട്രെയിറ്റ് പോകാൻ വേണ്ടി ഹസാർഡ് ലൈറ്റ് ഉപയോഗിക്കുക, ഒന്ന് ഇരുട്ടി കഴിഞ്ഞാൽ ഹസാർഡ് ലൈറ്റ് ഉപയോഗിക്കുക, അങ്ങനെയുള്ളൊരു സംഭവം ഇല്ല. ഹസാർഡ് ലൈറ്റിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമുക്കൊരു കോഷൻ സിറ്റുവേഷൻ, അതിനു വേണ്ടി മാത്രമുള്ള ഒരു സംഭവമാണ് ഹസാർഡ് ലൈറ്റ്. അതുപോലെ തന്നെ ഹസാർഡ് ലൈറ്റ് ഇട്ട് ഓടിക്കുന്ന ഒരു കണ്ടീഷൻ ഇല്ല. ആകെ വരുന്നൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടി ടൗ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ, വണ്ടി ഒന്ന് കെട്ടിവലിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് ഫ്രണ്ടിലെ വണ്ടിയും ബാക്കിലെ വണ്ടിയും ഒരുപോലെ തന്നെ ഹസാർഡ് ലൈറ്റ് ഇട്ട് വേണം കൊണ്ടുപോകാനായിട്ട്. കെട്ടിവലിക്കുന്ന റോപ്പ് സെന്ററിൽ ഉണ്ടാവും. അത് ഫ്രണ്ടിലും ബാക്കിലും വരുന്ന വണ്ടികൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ആ 2 വണ്ടിയും ഹസാർഡ് ലൈറ്റ് ഇട്ട് ഓടിക്കുന്നത്. അല്ലാതെ ഉള്ളൊരു കണ്ടീഷനിൽ ഹസാർഡ് ലൈറ്റ് ഇട്ട് ഓടിക്കാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ പലരും ഹസാർഡ് ലൈറ്റ് ഇട്ടാണ് സ്ട്രേറ്റ് ഒരു ജംഗ്ഷനിൽ വന്നാലും പോകുന്നത്. എന്താ കാര്യം വെച്ചാൽ അവര് പഠിച്ചിറങ്ങിയ സമയത്ത് പല വണ്ടികളിലും ഹസാർഡ് ലൈറ്റുകൾ ഉണ്ടായിരുന്നില്ല. എന്താണ് അതിന്റെ ഉപയോഗം എന്നറിയില്ല. അപ്പൊ നിങ്ങൾ ഇപ്പൊ പഠിച്ചിറങ്ങുന്ന സമയത്ത് മറ്റുള്ള രാജ്യങ്ങളിൽ അവൈലബിൾ ആയ എല്ലാ ബ്രാൻഡും ഇന്ത്യയിൽ വന്നു തുടങ്ങി. അപ്പൊ അത്രയും ഡെവലപ്ഡ് ആയി, വണ്ടികളിലും വ്യത്യാസങ്ങൾ വന്നു. അപ്പൊ
പ്രസന്റ് എല്ലാ കണ്ടീഷനിലും വേണം നിങ്ങൾ പഠിച്ചിറങ്ങാൻ. അതുകൊണ്ടാണ് ഈ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഓക്സിലറി കൺട്രോളിനെ പറ്റി ഡിഫൈൻ ചെയ്ത് തരുന്നത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നമ്മളിപ്പോൾ നോർമലി ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച പോലെ തന്നെ ചില വണ്ടികളുടെ നമുക്കിങ്ങനെ ടേൺ ചെയ്യാൻ പറ്റും. ആ ടേണിങ്ങിന്റെ പോർഷനിലാണ് നോർമലി നമ്മുടെ വണ്ടിയുടെ പാർക്ക് ലൈറ്റ് വരും. ഫസ്റ്റ് ടേണിങ്ങിൽ, സെക്കൻഡ് ടേണിങ്ങിൽ ഹെഡ് ലൈറ്റ് വരും. ഇനി അത് തന്നെ താഴത്തേക്ക് ജസ്റ്റ് ഒന്ന് പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ ബ്രൈറ്റ് ആണ്, ജസ്റ്റ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡിമ്മാണ്. നമ്മുടെ നാട്ടിൽ ആൾക്കാർ ഉപയോഗിക്കാത്തൊരു സംഭവമാണ് ഈ ഡിമ്മും ബ്രൈറ്റും. അവരുടെ വിചാരം ബ്രൈറ്റ് ഇട്ട് മാത്രമാണ് വണ്ടി ഓടിക്കേണ്ടതെന്നാണ്, അവർക്ക് മാത്രം വ്യൂ കിട്ടിയാൽ മതി. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഓപ്പോസിറ്റ് വരുന്നവർക്ക് ഒട്ടും ക്ലിയർ ആവില്ല. അവർ വന്ന് നിങ്ങളുടെ വണ്ടിയിൽ ഇടിച്ചാലും ആക്സിഡന്റ് ഉണ്ടാവും. നോർമലി ബ്രൈറ്റ് ഇട്ട് ഓടിക്കേണ്ടതെന്നല്ല, ബ്രൈറ്റ് ഇട്ട് ഓടിക്കാം. ഒരു വണ്ടിയെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഡിമ്മ് കൊടുക്കണം. അതാണ് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള രീതി നമ്മുടെ ഹെഡ്ലൈറ്റ് ഉപയോഗിക്കാനായിട്ട്. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ ഉപയോഗിക്കുക. ഫ്ലാഷ് ലൈറ്റ് നമുക്ക് ഏതൊരു സന്ദർഭത്തിലും, അതായത് ഓവർടേക്ക് ചെയ്യുന്ന സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ട്രാക്കിലേക്ക് വണ്ടികൾ കയറി ഓടുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാം. ജസ്റ്റ് ഒന്ന് പുള്ള് ചെയ്താൽ മാത്രം മതി. ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യാനും നിൽക്കേണ്ട, ജസ്റ്റ് ഒന്ന് പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആയിട്ട് ഓഫ് ആയി പോകും. അപ്പൊ ഇത്രയും കൺട്രോളുകൾ, അതായത് ഹോൺ, ഇൻഡിക്കേറ്റർ, ഫ്ലാഷ് ലൈറ്റ്, വിൻഡോ വാഷർ, ഹസാർഡ് ലൈറ്റ്, ഹെഡ്ലൈറ്റ്, വൈപ്പർ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എവിടെയാണ് സ്വിച്ച് മാത്രം നോക്കി വെച്ചാൽ പോരാ, സ്വിച്ചിന്റെ മേളിൽ ഇട്ടിരിക്കുന്ന സിമ്പലുകൾ അതാണ് നിങ്ങൾ നോക്കി വെക്കേണ്ടത്. എന്നാൽ മാത്രമാണ് നിങ്ങൾ ഇവിടെ പഠിച്ചിറങ്ങിയിട്ട് വേറൊരു വണ്ടി എടുത്തു കഴിയുമ്പോൾ അതിന്റെ ഇൻഡിക്കേറ്റർ എവിടെയാണ്, വൈപ്പർ എവിടെയാണ് നിങ്ങൾ അന്വേഷിച്ച് കിടക്കേണ്ടി വരും. അപ്പൊ അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പ്രത്യേകിച്ച് പറയുന്നത്. ബാക്കിയുള്ള ഓട്ടോ ഫംഗ്ഷൻ വരുന്ന ലൈറ്റുകളുണ്ട്, ഓക്സിലറി കൺട്രോളുകളുണ്ട്. ഓട്ടോ ഫംഗ്ഷൻ വരുന്ന നോർമൽ എല്ലാ ബേസ് മോഡലുകളിലുള്ള 2 ഓട്ടോ കൺട്രോളുള്ള ഓക്സിലറി കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രേക്ക് ലൈറ്റ്. നോർമലി നമ്മൾ ബ്രേക്ക് ചവിട്ടുമ്പോൾ തന്നെ അതിന്റെ ഒപ്പം തന്നെ ബ്രേക്ക് ലൈറ്റ് ബാക്കിൽ കത്തുക വണ്ടിയുടെ. നമ്മൾ റിവേഴ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ, നമ്മൾ റിവേഴ്സ് ഗിയർ ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കലി റിവേഴ്സ് ഗിയർ കത്തുക. ശരിക്കും അതെല്ലാം ഓക്സിലറി കൺട്രോൾ ആണ്, പക്ഷെ ഫിക്സ്ഡ് ആണ്. നോർമലി നമ്മൾ ഉപയോഗിച്ചാൽ ഓട്ടോമാറ്റിക്കലി ഓൺ ആകുക. പക്ഷെ ഇൻഡിക്കേറ്റേഴ്സിന്റെ കാര്യമാണെങ്കിൽ നിങ്ങൾ ടേൺ ചെയ്ത് കഴിഞ്ഞ്, നോർമലി സാധാരണ വണ്ടികളിലെല്ലാത്തിലും നമ്മൾ ഒരു റൗണ്ടെങ്കിലും ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ റിട്ടേൺ തിരിക്കുമ്പോഴേക്കും ഓഫ് ആയി പോകും. പക്ഷെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഇൻഡിക്കേറ്റർ ഇട്ട് ഓൺ ആക്കിയിട്ടുണ്ട് ആൾക്കാർ ഓടിച്ചിട്ട് പോകുന്നത്, അവരറിയാതെ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ചെറിയൊരു ബെൻഡ് അല്ലെങ്കിൽ നമ്മളൊരു പാർക്കിങ്ങിൽ നിന്ന് വണ്ടി എടുക്കുന്ന സമയത്ത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് റിട്ടേൺ പോരില്ല. ഒരു റൗണ്ടെങ്കിലും തിരിക്കണം, തിരിച്ചാൽ മാത്രമാണ് റിട്ടേൺ തിരിക്കുമ്പോൾ അത് ഓഫായി പോകുന്നത്, അല്ലെങ്കിൽ ഓഫ് ആവില്ല. അപ്പൊ വണ്ടി ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ടേണിങ് കഴിയുമ്പോൾ കമ്പൽസറി ആയിട്ട് നിങ്ങൾ ഡാഷ്ബോർഡിൽ നോക്കണം അത് ഓഫ് ആയിട്ടുണ്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ മാനുവലി നിങ്ങൾ കൈകൊണ്ട് ഓഫ് ചെയ്യണം. അതിന് വേണ്ടിയാണ് ഡാഷ്ബോർഡിൽ ഇൻഡിക്കേഷൻസ് നോക്കണമെന്ന് പറയുന്നത്. അതുപോലെ ഈ ഓക്സിലറി കൺട്രോളിന്റെ അകത്ത് തന്നെ വരുന്ന ഒരു സംഭവമാണ് നമുക്ക് ഇൻഡിക്കേഷൻസ് വരുന്നത്, അതായത് വാർണിംഗ് ലൈറ്റുകൾ. നിങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ തന്നെ, അതായത് ഡാഷ്ബോർഡിന്റെ ഉള്ളിൽ കുറെ മീറ്ററുകൾ, അതുപോലെ തന്നെ കുറെ ലൈറ്റുകളൊക്കെ കാണാം. ആ സംഭവത്തെയാണ് നോർമലി ഡാഷ്ബോർഡ് എന്ന് ആൾക്കാർ പറയുന്നെങ്കിൽ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള നെയിം എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെന്റ് പാനൽ എന്നാണ് പറയുന്നത്. ആ ഇൻസ്ട്രുമെന്റ് പാനലിന്റെ അകത്ത് കുറെ ലൈറ്റുകൾ കാണാം. അതിൻ്റെ അകത്ത് റെഡ് ലൈറ്റുകൾ, നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോഴേ നോക്കേണ്ട ഒരു സംഭവമാണ് അതിൻ്റെ അകത്തുള്ള റെഡ് ലൈറ്റുകൾ. റെഡ് ലൈറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യാതൊരു കാരണവശാലും ഷാർട്ടായി വണ്ടി മൂവ് ചെയ്യാൻ നിൽക്കുന്ന ഒരു വണ്ടിയിൽ ഓണായി കിടക്കാൻ പാടില്ല. രണ്ടാമത് വരുന്ന യെല്ലോ ലൈറ്റുകൾ എന്ന് പറഞ്ഞാൽ സർവീസ് ഇൻഡിക്കേഷനുകളാണ്. സർവീസ് ഇൻഡിക്കേഷന്റെ ഉദ്ദേശം വരുന്നല്ല, വണ്ടിയുടെ ഏതെങ്കിലും ഒരു പാർട്ട് സർവീസായി നോർമലി ആ ഇൻഡിക്കേഷൻ ഓണായി കിടക്കും. അങ്ങനെയാണെങ്കിൽ വണ്ടി എടുക്കാൻ പാടില്ല എന്നല്ല, ഉടനെ വണ്ടി സർവീസിന് കയറ്റാം, ആ ഒരു ഇൻഡിക്കേഷനാണ് തരുന്നത്. പക്ഷെ റെഡ് അങ്ങനെയല്ല, ഓണായി കിടന്നിട്ട് നിങ്ങൾ വണ്ടി എടുത്താൽ വണ്ടി വഴി കിടക്കും എന്നുള്ള ഒരു ഇൻഡിക്കേഷനാണ് തരുന്നത്. അതിൽ ഹാൻഡ് ബ്രേക്കിന് പോലും നമുക്ക് റെഡ് ഇൻഡിക്കേഷനാണ് തരുന്നത്. എൻ്റെ കാര്യം എന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, പുതിയ വണ്ടികളിൽ എഞ്ചിന്റെ പിടുത്തം വരുന്ന ഫ്രണ്ട് വീലുകളിലാണ്, അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്കിന്റെ പിടുത്തം വരുന്ന ബാക്കിലെ വീലിലാണ്. അതുകൊണ്ടും നമ്മൾ ഹാൻഡ് ബ്രേക്ക് വിടിയിച്ചില്ലെങ്കിൽ പോലും വണ്ടി മൂവ് ആവും. പക്ഷെ കുറെ ഓടി കഴിയുമ്പോഴേക്കും ചൂടായിട്ട് ബാക്കിലെ ടയർ പൊട്ടി പോകും വണ്ടിയുടെ. അപ്പൊ അതുണ്ടാകാതിരിക്കാൻ വേണ്ടി അവർ റെഡ് കളറിൽ തന്നെയാണ് ഹാൻഡ് ബ്രേക്കിന്റെ ഇൻഡിക്കേഷനും നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മൂവ് ചെയ്യണതിന് മുമ്പ് ഇൻസ്ട്രുമെന്റ് പാനലിൽ നോക്കണം അതിൻ്റെ അകത്ത് ഇൻഡിക്കേഷൻസ് എന്തെങ്കിലും ഓണായി കിടപ്പുണ്ടോ, വാർണിംഗ് ലൈറ്റുകൾ വല്ല ഓണായി കിടപ്പുണ്ടോ. എടുക്കുമ്പോൾ നോർമലി നമ്മൾ എടുക്കുന്ന സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഒഴികെ ബാക്കി എല്ലാം കെട്ടുപോകണം. റെഡ് പോകണം, യെല്ലോ പോകണം. യെല്ലോ നോർമലി സർവീസ് ഇൻഡിക്കേഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഓപ്ഷനും കൂടി ഉണ്ട്, അതായത് അത് കത്തിക്കിടന്നിട്ട് വണ്ടി ഓടിക്കാൻ പാടില്ലെന്നല്ല, ഉടനെ സർവീസിന് കയറ്റാം. ആ ഒരു ഇൻഡിക്കേഷനാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്സിലറി കൺട്രോളിൽ വരുന്ന സംഭവങ്ങളാണ്. അതെന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പലപ്പോഴും ഈ തിയറികൾ കണ്ടക്ട് ചെയ്യണതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കിട്ടുന്ന ടൈമിംഗ് ഒരു അരമണിക്കൂറോ 15 മിനിറ്റോ ആയിരിക്കും നിങ്ങൾ ഓൺ റോഡ് ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് പലപ്പോഴും പലർക്കും ചോദിക്കാൻ മടിയായിട്ടും പലരും ചോദിക്കില്ല. അവരുടെ ടൈം പലരും ഇതിന്റെ ഇടയിൽ ചോദിച്ചു കഴിയുമ്പോൾ അവരുടെ സമയം പോകുന്നതുകൊണ്ട് അവർ പലരും ചോദിക്കില്ല. എന്നാൽ ഇവർക്ക് തിരിച്ചു വന്നു കഴിഞ്ഞ് ക്ലാസ്സുകൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ തുടങ്ങുന്നതിന് മുമ്പ് ഈ സംശയം ചോദിക്കില്ല. അപ്പൊ അതും കൂടി കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്, എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ ഓക്സിലറി കൺട്രോളുകൾ എവിടെ വരുന്നു, എങ്ങനെ തിരിച്ചറിയാം,
അതിനു വേണ്ടിയാണ് ഈ തിയറിയുടെ അകത്ത് നമ്മൾ ഓക്സിലറി കൺട്രോളുകൾ മാത്രം പറയുന്നത്. ഓക്കെ.